RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഹർജി. 17 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം നൽകിയ ഉത്തരവിനെതിരെയാണ് ഹർജി. NIAയുടെ അപ്പീലിൽ വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, പ്രമാദമായ കേസാണ്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? 2022 പാലക്കാട് RSS നേതാവായിരുന്ന ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് A. സുബൈറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായി ശ്രീനിവാസനെ കൊലപ്പെടുത്തി എന്നതായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത്. തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് STP പ്രവർത്തകരായിരുന്ന 40-ലേറെ പേരെ പ്രതി ചേർക്കുകയും ചെയ്തു. ഇതിൽ 17 പേർക്ക് ഹൈക്കോടതി ഒരുമിച്ച് ജാമ്യം അനുവദിച്ചിരുന്നു. ഇവർക്ക് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. ഇതിനെതിരെയാണ് NIA സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞിരുന്നത് ഇത് ഒരുമിച്ച് ഇത്തരത്തിൽ ജാമ്യം നൽകിയത് തെറ്റായ രീതിയാണ്, ഇത് പരിശോധിക്കണം എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്നിപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കുകയും വിശദമായി ഇതിൽ വാദം കേൾക്കാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ചില പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു ഹൈക്കോടതി. ഇതിനെതിരെ പ്രതികൾ നൽകിയ അപ്പീലുമുണ്ട്. ഈ 2 അപ്പീലുകളും ഒരുമിച്ച് കേൾക്കാം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഷബ്ന, തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? പ്രത്യേകിച്ചും ഇത് വലിയൊരു പ്രമാദമായുള്ള കൊലക്കേസായിരുന്നല്ലോ, രാഷ്ട്രീയമായിട്ട് പലതരത്തിലുള്ള ചർച്ചകൾക്ക് കാരണമായത്. വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഇതിന്റെ മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുക? സുപ്രീം കോടതിയിൽ ആദ്യഘട്ടത്തിൽ ഈ ഹർജി വന്നപ്പോൾ ഇന്ന് പരിഗണിക്കാനായി കോടതി മാറ്റുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതികൾക്ക് എല്ലാവർക്കും നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. പ്രതികളുടെ വിശദീകരണത്തിന് ശേഷമായിരിക്കും ഇനിയിപ്പോൾ ഇവരെ ജാമ്യം റദ്ദാക്കുന്ന നടപടിയിലേക്ക് പോവുക. ഏതായാലും NIA ഈ അപ്പീലിൽ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികൾക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് NIA കണ്ടെത്തുകയും NIA കോടതി അത് ശരിവെക്കുകയും ചെയ്താണ്. ഹൈക്കോടതിയാണ് ഇത്തരത്തിൽ